കേരളത്തിലെ റോഡുകളിലൂടെ വാഹനവുമായി സഞ്ചരിക്കാൻ തന്നെ പേടി തോന്നുന്ന കാലമാണ്. ഒരു വശത്ത് ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ, തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ. ഇതോടൊപ്പം അപകടകരമാണ് പൊതുനിരത്തിൽ പൊട്ടിത്തെറിക്കുന്ന മനുഷ്യരും. വാഹനത്തിന്റെ ഹോൺ മുഴക്കിയതിനും സൈഡ് കൊടുക്കാതിരിക്കുന്നതിനും ഒക്കെ സഹജീവികളെ കൊലപ്പെടുത്തുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. തൃശൂർ പുതുക്കാട് പിക്കപ്പ് വാനിടിച്ച് യുവാവ് മരിച്ച സംഭവം ആസൂത്രിത കൊലപാതകമെന്നാണ് ആരോപണം. വെറും 10 മിനിറ്റിന്റെ ഉണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പരാതി. വാക്കുതർക്കത്തിന് പിന്നാലെ തമിഴ്നാട് സ്വദേശികൾ വാഹനമിടിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പട്ടാമ്പി സ്വദേശി റിജാസിന്റെ മരണത്തിൽ കുടുംബം റൂറൽ എസ്.പിക്ക് പരാതി നൽകി. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് പുതുക്കാട് സിഗ്നലിന് സമീപമുണ്ടായ അപകടത്തിന്റെ ദൃശ്യമാണിത്. പട്ടാമ്പി സ്വദേശി റിജാസ് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ പിന്നിൽ നിന്നെത്തിയ പിക്കപ്പ് വാൻ ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റിജാസ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പാലക്കാട് സ്വദേശിനി ശ്രീഷ്മ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ആദ്യം ഇത് സ്വാഭാവിക അപകടമെന്നാണ് കരുതിയത്. പിന്നീട് അപകടത്തിൽ പരിക്കേറ്റ സുഹൃത്ത് ശ്രീഷ്മയുടെ വെളിപ്പെടുത്തലാണ് കേസിൽ വഴിത്തിരിവുണ്ടാക്കിയത്. അപകടത്തിന് 10 മിനിറ്റ് മുമ്പ് പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്നവരുമായി റിജാസും സുഹൃത്തും വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആ വൈരാഗ്യത്തിന്റെ പേരിൽ വാഹനത്തിലുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശികൾ മനഃപൂർവ്വം ബൈക്കിലേക്ക് വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നുവെന്ന് റിജാസിന്റെ പിതാവ് ആരോപിക്കുന്നു. ഇത് മനഃപൂർവ്വം ചെയ്തുള്ള ഒരു സംഭവമാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും തെളിഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയൊരു വാക്കുതർക്കത്തിന്റെ മുകളിൽ വേണ്ടിയിട്ട് റോഡിലൂടെ യാത്ര ചെയ്തു എന്തോ ഒരു നിസ്സാര കാര്യം അവര് പുറകുന്ന ഇടിച്ചിട്ടുള്ളത്, ഇടിപ്പിച്ച് കൊന്നിട്ടുള്ളത്. കൊല്ലാൻ ശ്രമിച്ചതല്ല, കൊന്നിട്ടുള്ളത്. അങ്ങനെ തന്നെ കൊടുക്കണത്. ഇത് വേറെ വൈരാഗ്യങ്ങളോ ഒന്നുമില്ല. അവനുമായിട്ട് ഇവര് മുന്നേ കണ്ടോ അല്ലെ ഇവൻ അവരെ കണ്ടോ ഒരു ബന്ധങ്ങളും ഇല്ല. ഇതെല്ലാം ആ ഒരു 15 മിനിറ്റിനുള്ളിൽ നടന്നുള്ള കാര്യം. റിജാസിനൊപ്പം ബൈക്കിലുണ്ടായിരുന്ന യുവതി അപകടത്തിന് മുമ്പ് വാക്കുതർക്കം നടന്നതായി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വാഹനം ഓടിച്ചവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയതായും പിതാവ് പറയുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നത് കേസിൽ നിർണായകമാണ്. ദൃശ്യങ്ങളിൽ പിക്കപ്പ് വാൻ ബൈക്കിൽ ഇടിക്കുന്നതും തുടർന്ന് നിയന്ത്രണം വിട്ട് മുന്നിലുണ്ടായിരുന്ന വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുന്നതും കാണാം. റിജാസിന്റെ വാഹനത്തെ പിന്തുടർന്ന് ഇടിച്ചു തെറിപ്പിച്ച ശേഷം പിക്കപ്പ് വാൻ നിർത്താതെ മുന്നോട്ട് പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപകടത്തിന്റെ യഥാർത്ഥ സാഹചര്യങ്ങൾ വിശദമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം തൃശൂർ റൂറൽ എസ്.പിക്ക് പരാതി നൽകി. ന്യൂസ് 18 കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.